കോർപ്പറേഷന്റെ ചേലോറയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ 1.25 കോടിയുടെ അഴിമതിയെന്ന് CAG റിപ്പോർട്ട്. നീക്കം ചെയ്യാത്ത മാലിന്യത്തിന് കരാർ കമ്പനിക്ക് പണം നൽകിയെന്നാണ് കണ്ടെത്തൽ. മുൻ മേയർ TO മോഹനന്റെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നത് എന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കുറ്റപ്പെടുത്തി. CAG റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും CPMന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുൻ മേയർ TO മോഹനൻ പ്രതികരിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിന് പിന്നാലെ ചർച്ചകളിൽ സജീവമായ ഖരമാലിന്യ സംസ്കരണ യൂണിറ്റാണ് കണ്ണൂർ ചേലോറയിലേത്. ബ്രഹ്മപുരത്തെ കരാർ എടുത്ത സോണ്ട കമ്പനിക്ക് കണ്ണൂരിലും കരാർ നൽകാൻ സർക്കാർ നടത്തിയ നീക്കം മറികടന്നാണ് 3 കമ്പനികൾ അടങ്ങുന്ന കൺസോർഷ്യത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിയത്. ജൻ ആധാർ സേവാഭവി സംസ്ഥ, റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് LLP മഹാരാഷ്ട്ര, മഹീന്ദ്ര അസോസിയേറ്റ്സ് എന്നീ കമ്പനികൾ ചേർന്നായിരുന്നു കൺസോർഷ്യം. ഇതിൽ റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് ഡയറക്ടറുടെ പേരിലാണ് കരാർ നൽകിയത്. 1.23 ലക്ഷം ഘനമീറ്റർ മാലിന്യം ഘനമീറ്ററിന് 640 രൂപ നിരക്കിൽ പൂർണ്ണമായും നീക്കണം എന്നായിരുന്നു കരാർ. എന്നാൽ മാലിന്യം ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ തന്നെ നിക്ഷേപിച്ചതോടെ കരാർ തുക കോർപ്പറേഷൻ വെട്ടിക്കുറച്ചു. മീറ്റർ ക്യൂബിന് 358 രൂപയാണ് പിന്നീട് കമ്പനിക്ക് നൽകിയത്. 73,502.11 മീറ്റർ ക്യൂബ് മാലിന്യം നീക്കിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2.72 കോടി രൂപ കോർപ്പറേഷൻ നൽകുകയും ചെയ്തു. ഇത്രയും അളവിലുള്ള മാലിന്യം നീക്കിയെന്ന് കോർപ്പറേഷൻ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ NIT സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ആകെ 24,042.9 മീറ്റർ ക്യൂബ് മാലിന്യം മാത്രമാണ് നീക്കിയതെന്നാണ് NITയുടെ ഡ്രോൺ സർവേയിൽ കണ്ടെത്തിയത്. ഇതിന് കരാർ പ്രകാരം നൽകേണ്ടിയിരുന്നത് 83.95 ലക്ഷം രൂപ മാത്രമാണ്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന CAG റിപ്പോർട്ട് പുറത്തുവന്നതോടെ മുൻ മേയർ TO മോഹനനെതിരെ ആരോപണവുമായി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്തെത്തി. മുൻ മേയറുടെ കാലത്താണ് ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, ഖരമാലിന്യം നീക്കം ചെയ്യാനുള്ള കരാറ് ഒപ്പിട്ടത്. 3/4 ലക്ഷത്തോളം നീക്കം ചെയ്തു എന്ന് കള്ള രേഖയുണ്ടാക്കുക, എന്നിട്ട് ഏതാണ്ട് 1/2 ലക്ഷത്തോളം ക്യൂബിക് മീറ്റർ അധികത്തിൻ്റെ കാശ് കൊടുക്കുക. ഇതുപോലൊരു തട്ടിപ്പ് കണ്ണൂർ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. 1.77 കോടി രൂപ അധികം നൽകിയിട്ട് അതിൻ്റെ വിഹിതം പറ്റിയത് ആരൊക്കെയാണ്? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചർച്ച ചെയ്യാനുള്ള അജണ്ട ഭരണപക്ഷം മാറ്റിവെച്ചത് അഴിമതി നടത്തിയതുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം നീക്കാത്ത മാലിന്യത്തിന് കോർപ്പറേഷൻ പണം നൽകിയിട്ടുണ്ടെന്നും അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും മുൻ മേയർ TO മോഹനൻ പറഞ്ഞു. സോണ്ട കമ്പനിക്ക് കരാർ നൽകുന്നത് എതിർത്തതിന്റെ വിരോധത്തിലാണ് തനിക്കെതിരായ ആരോപണം എന്നും TO മോഹനൻ പ്രതികരിച്ചു. ഇത് CAG റിപ്പോർട്ടിൻ്റെ കാര്യമൊന്നും ഇവിടെ ആരും നമ്മുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. CAG റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ അറിയില്ല. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ വലിയ പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം CPM നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഈ പ്രവർത്തനം താൽക്കാലികമായി നിന്നിട്ടുണ്ട്. ആ നിന്ന് പോയതിൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ 640 രൂപക്ക് അദ്ദേഹം നീക്കം ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റിക്കകത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് MV ജയരാജനും TO മോഹനനും ആവശ്യപ്പെട്ടു. നിലവിൽ മാസങ്ങളായി പ്ലാന്റ് പ്രവർത്തിക്കാതെ കിടക്കുന്നതിനിടയിലാണ് അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.